Assalamualaikum dear friends, welcome back to Shamys Karvalt. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഒരു മിക്സിംഗ് ബൗളിലേക്ക് 250 ml ന്റെ കപ്പിന് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ കുറച്ച് വലിപ്പമുള്ള ഒരു കപ്പ് എടുക്കുക. അതിനനുസരിച്ച് വേണം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ മാവിലോട്ട് ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മുടെ ഈ വലിപ്പമുള്ള ഈ ബോൾ പോലെ ഇരിക്കുന്ന ഈസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, നേരിട്ട് ചേർക്കാൻ പാടില്ല. ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ മാവിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഇതിലേക്ക് ചെറിയ ചൂടുള്ള പാലാണ് എടുക്കേണ്ടത്. നമ്മൾ ഈസ്റ്റ് ആണ് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് ചെറിയ ചൂടുള്ള പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചൂടൊന്നും ആവാൻ പാടില്ല, ചെറിയൊരു ചൂടുള്ള പാല് വേണം എടുക്കാൻ. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈസ്റ്റ് ഇവിടെ കുഴിയിൽ കിടപ്പുണ്ട്. ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ മുഴുവനും അങ്ങ് യോജിപ്പിച്ചെടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവ് മുഴുവനായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ പാലിലും ചെയ്യാം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണ്. വെള്ളം ചേർക്കുമ്പോഴും ചെറിയ ചൂടുള്ള വെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. പച്ചവെള്ളം എടുക്കാൻ പാടില്ല, ചെറിയ ചൂടുവെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഈസ്റ്റ് ആക്റ്റീവ് ആവത്തുള്ളൂ. ഇപ്പൊ ഞാൻ 1 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ടയാണ് വേണ്ടത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നേരിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കരുത്, കുറച്ചു നേരം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഈ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മുട്ടയും മാവും എല്ലാം കൂടിയിട്ട് ഒരു 2-3 മിനിറ്റ് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. 3 മിനിറ്റ് എങ്കിലും കൈ വെച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പൊ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് മാവിന്റെ പരുവത. ഇതുപോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓരോ മാവിനും വ്യത്യാസം ഉണ്ടാവും, അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചില മാവിന് 1/4 കപ്പ് വെള്ളം മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ. ഇതുപോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പൊ കഴിവതും ചൂടുള്ള സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പെട്ടെന്ന് മാവ് പൊങ്ങിക്കിട്ടും. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക എടുക്കുമ്പോൾ തല്ലിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ പഞ്ചസാര മിക്സ് ചെയ്തെടുത്തത് സ്റ്റൗവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വെച്ചു കൊടുക്കുക. ചെറുതായിട്ട് ഇതൊന്ന് കുറുകി വരണം. ഒരു ഒട്ടുന്ന പരുവാവണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ ഒരു ഒട്ടുന്ന പരുവം വേണം ആവാൻ വേണ്ടിയിട്ട്. ഒരു നൂൽ പാവ് ആവാൻ പാടില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ മാവെല്ലാം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചിലുണ്ട്, ഈ മാവെല്ലാം ഒന്ന് ഒരുമിച്ച് യോജിപ്പിക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഒഴിഞ്ഞ ബോട്ടിലാണ്. ഇനി ഇതിന്റെ അടപ്പ് തുറന്നെടുക്കാം. ഇതിന്റെ അടപ്പിലേക്ക് ഒരു പപ്പടം കുത്തി നല്ലോണം ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് റൗണ്ട് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇപ്പൊ അടപ്പിൽ ഇതുപോലെ ഹോൾ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി 2 കൈയിലും വെള്ളം നനച്ചു കൊടുക്കുക. ഇനി കുപ്പിയിലേക്ക് മാവ് നിറച്ചു കൊടുക്കാം. ഇപ്പൊ മാവ് നിറച്ചു കൊടുത്തിട്ട് ഇത് അടപ്പ് അടച്ചിട്ടുണ്ട്. ഇരിക്കും തോറും ഈ മാവ് പൊങ്ങി പൊങ്ങി വരും.
ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി പാനിൽ കുറച്ച് ഓയിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പൊ എണ്ണ ചൂടായതിനു ശേഷം കത്തി ഓയിലൊന്ന് ഡിപ്പ് ചെയ്യുക. കുറച്ചായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ അതാ ചെറുതായിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തേക്ക് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അത് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ മൊരിഞ്ഞ് വന്നതെല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ തിരിച്ചിടാതെ തന്നെ താനെ നമുക്ക് മറിഞ്ഞ് വന്നോളൂ. ഇപ്പൊ രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പൊ രണ്ട് സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഓരോന്നുണ്ടാക്കി കഴിയുമ്പോൾ ആ ചൂടോട് കൂടി തന്നെ ഷുഗർ സിറപ്പില് ഇട്ട് കൊടുക്കണം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം. എല്ലാത്തിനും ഷുഗർ സിറപ്പ് ആവണം. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ ബാക്കി ഇരിക്കുന്നതെല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ നമ്മുടെ പലഹാരം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. പുറത്ത് ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ അതാ കണ്ടിട്ട് നല്ല ജ്യൂസി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.